എല്ലാവർക്കും നമസ്കാരം. സോ ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത്യാവശ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമോ, ശരിക്കും എന്തായിരിക്കും മരണത്തിന് ശേഷം മനുഷ്യന് സംഭവിക്കുക എന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. സോ അങ്ങനെ ഒരു പല വീഡിയോയിൽ പല രീതിയിലാണ് പറയുന്നത്. പലതരം എക്സ്പെരിമെൻറ്റുകൾ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഈ മരിക്കുന്ന സമയത്ത് ഒരു മരിക്കുന്നതിന് മുൻകൂട്ടി കണ്ടിട്ട് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ചേമ്പറിനകത്ത് വെച്ചിട്ട് CCTV കണക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു എന്തോ ഒരു എനർജി അതിനകത്ത് ഫീൽ ചെയ്യുന്നോ, പെട്ടെന്ന് എന്തോ സാധനം പോകുന്നോ ഒക്കെ പല രീതിയിൽ പല കഥകൾ പല രീതിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്നൊരു കാര്യത്തെപ്പറ്റി ശരിക്കും ആരും പ്രതിപാദിച്ചിട്ടില്ല. ഒരു ബിയോണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് സയൻസ്, ഒരു സയൻസിനെ ബാക്കപ്പ് ചെയ്തിട്ട് ആരും ഇതിനെപ്പറ്റി ഒരു എവിഡൻസ് ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. സോ ഞാൻ 2018 ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇവിടുത്തെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ ജോലിക്കുന്ന സമയത്ത് 2019 സമയത്ത് ഞാൻ ഹരിദ്വാറിൽ പോകുമായിരുന്നു. അപ്പം ഹരിദ്വാറിൽ അവിടെ ഒരു ശാന്തി കുഞ്ചി എന്ന് പറഞ്ഞിട്ട് ആശ്രമമുണ്ട്. ഇപ്പം ഹരിദ്വാറിൽ പോയവർക്ക് അത്യാവശ്യം അറിയാമായിരിക്കും. അപ്പോൾ ആ ആശ്രമത്തിൽ ഒരുപാട് സ്വാമിമാരും ഒക്കെ ഉണ്ട്. നമ്മൾ TV കാണുന്ന ഫിഷ് ആർട്ട് നടന്ന സ്വാമിമാരല്ല. അവിടെ വലിയൊരു ഒരു സ്വാമിയുടെ പണ്ട് ഈ ഒരുപാട് ധ്യാനം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ബുക്കൊക്കെ എഴുതിയ നോളജബിൾ ആയിട്ടുള്ള ഒരാൾ. അപ്പോഴത്തേക്ക് അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ശരിക്കും ഈ മരണത്തെ പറ്റി മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങി. അവിടെ വെച്ച് ഞാൻ പല സമയത്തും ചോദിച്ചിട്ടുണ്ട്, എന്താണ് മരണം, എങ്ങനെയാണ് അതിൻ്റെ ശേഷം എന്ത് സംഭവിക്കുന്നതൊക്കെ. പലരും പല രീതിയിൽ അതിന് ഉത്തരം തന്നിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. അതിനെപ്പറ്റി പഠിക്കണം, അത് എന്താണെന്നുള്ളത് സയൻസിനെ പറ്റി അറിയിക്കുന്നുണ്ട്. പിന്നെ സ്വർഗത്തിൽ പോകണമെന്ന് പറയുന്നവരുണ്ട്. പല ഉത്തരങ്ങൾ കിട്ടി. ശരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടൊരു ഉത്തരം ഇതിനില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2021 അതിനുശേഷം ഒരാൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2021 ഞാൻ കാശിയിലെത്തുന്നത്. അന്ന് എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. മുംബൈയിൽ വന്ന് ജോലി കിട്ടി, കാശി ടാറ്റയിൽ ഹോസ്പിറ്റൽ. ടാറ്റ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എനിക്ക് നോർത്തുകാർക്ക് അത്യാവശ്യം അറിയാമായിരിക്കും. ടാറ്റ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അവിടെ. നമ്മൾ മലയാളത്തിലെ ഡിംപിൾ മറ്റേ ഒരു ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻറ്റ് അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് നമ്മുടെ ആശുപത്രിയിൽ. ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, ഞാൻ തമാശയായിട്ടാണ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ക്യാൻസറിന് കിട്ടുന്നതാണ്. അത്ര അഡ്വാൻസ്ഡാണ് അവരുടെ റിസർച്ച്. അവരുടെ പല എക്യുപ്മെൻസും വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ജർമ്മനി, UK, അമേരിക്കയിൽ. അപ്പം അപ് ടു ഡേറ്റ് ആയിരിക്കും അവരുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം. സോ അവർക്ക് വീക്കെൻഡിൽ തന്നെ നമുക്ക് റിസർച്ചിൻ്റെ ഒരുപാട് മീറ്റിംഗ് കാര്യങ്ങളുണ്ട് പുറത്തുള്ള ആൾക്കാരുമായിട്ട്. സോ എല്ലാവരുടെയും നോളേജ് അത് തന്നെ അപ്ഡേറ്റ് ആയിരിക്കും. സോ അതൊക്കെ അതിനെപ്പറ്റിയുള്ള കാര്യം. സോ അങ്ങനെ എനിക്ക് കാശിയിൽ ജോലി കിട്ടി. വാരണാസിയിലായിരുന്നു ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ HBC ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ. അവിടെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. കോവിഡിൻ്റെ സെക്കൻഡ് പീക്ക് ടൈമായിരുന്നു. കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അറിയാമല്ലോ, കോവിഡ് ടൈമാണ്. പിന്നെ ദിവസവും മരണങ്ങളെന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, നല്ല രീതിയിലുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ദിവസങ്ങളിൽ ഞാൻ കാശി എന്ന് വെച്ചാൽ നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിൾ, കാശി ഘാട്ട് നമ്മൾ പറയുന്ന കാശി എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. സോ അപ്പം ഈ ജോലി കഴിഞ്ഞാൽ സ്ഥിരം അപ്പം എനിക്ക് ഡേയും നൈറ്റും ഉണ്ട്, സൺഡേയ്സ് എല്ലാ ദിവസവും ഉണ്ട്. അപ്പം ഡേ ആണ് ഡ്യൂട്ടി എങ്കിൽ വൈകുന്നേരം 5 മണിക്ക് 11 മണി തൊട്ട് 5 മണി വരെ, അല്ലെങ്കിൽ 9 മണി തൊട്ട് 4 മണി വരെ. ഇതാണ് നമുക്ക് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 11 തൊട്ട് 5 അല്ല 7 മണി രാത്രി. അപ്പോൾ ആ 7 മണിക്ക് അവിടുന്ന് ഇറങ്ങി ഉടനെ റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞാൻ നേരെ ഘാട്ടിലോട്ട് പോകുമായിരുന്നു. ഘാട്ട് മീൻസ് ആ തീരം എന്ന് വെച്ചാൽ കാശി എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ നദിയുടെ തീരത്ത് ഒരുപാട് ഘാട്ടുകൾ, തീരങ്ങളുണ്ട്. അത് ഓരോത്തിനും ഓരോന്നാണ്. നമ്മൾ തുടങ്ങുന്ന അസി ഘാട്ട് എന്ന് പറയും. അസി എന്ന് വെച്ചാൽ 80 ടോട്ടലി 80 ഘാട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലിങ്ങനെ നമുക്ക് നടന്നു പോകും. വൈകുന്നേരം ആവാൻ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നടന്ന് പോകുമായിരുന്നു. നടന്ന് പോകുകയെന്ന് വെച്ചാൽ ഇന്ന് ആലോചിക്കണം, ഇന്നത്തെ കണക്കുള്ള സൂചി ഇട്ടാൽ പോലും ഒരു സൗണ്ട് കേൾക്കുന്ന തരത്തിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റ മനുഷ്യൻ കാണത്തില്ല അവിടെ, ഞാൻ മാത്രമേ കാണത്തുള്ളൂ. കാശിയിൽ അന്ന് ഞാൻ പോകുന്ന സമയത്ത് അത് ഭയങ്കര വിജനമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കാശി വിശ്വനാഥ് ടെമ്പിൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അതിൻ്റെയൊക്കെ പണി തുടങ്ങുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഉള്ളപ്പോൾ തന്നെയാണ് അത് മോഡിജി ഉദ്ഘാടനം ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷത്തിനകത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത്. അപ്പോഴത്തേക്ക്
അവിടെ വെച്ചിട്ട് ഞാൻ ചെല്ലുന്ന സമയത്താണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്, മറ്റു കാര്യങ്ങളും അത് ഭയങ്കരമായിട്ടൊന്നും പൂർത്തിയായിട്ടില്ലായിരുന്നു, ഒരു പരിധി വരെയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവിടെ ഈ ഫ്ലോറിങ്ങിൻ്റെ പരിപാടി, പില്ലറൊക്കെ ഞാൻ ആ സമയത്ത് നിങ്ങൾ രണ്ട് വശത്ത് കാണുന്ന വലിയ വലിയ പില്ലേഴ്സൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ അതിൻ്റെ JCB വെച്ചിട്ട് ഇങ്ങനെ കുഴിക്കുന്നേ ഉള്ളായിരുന്നു ആ സമയത്തൊക്കെ. സോ അങ്ങനെ ഞാനവിടെ ഈ വൈകുന്നേരങ്ങൾ ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ മാത്രമേ കാണത്തുള്ളൂ മിക്ക സമയങ്ങളിൽ, കാരണം എനിക്ക് പാസ് ഉണ്ടായതുകൊണ്ട് ഹോസ്പിറ്റൽ ID കാർഡും പാസ്സൊക്കെ കൊണ്ടുണ്ട് അത്യാവശ്യം അവിടെയൊക്കെ പോവാം. ഇത് പിന്നെ അവിടെ വലിയ പോലീസ് ചെക്കിംഗ് ഒന്നും ഇല്ല. മെയിൻ രണ്ട് ഈ കാശിയിൽ പോയവർക്കറിയാം അത് ഒരുപാട് വഴിയാണ്, ഫുള്ള് ഒരു എന്താ പറയുക, ഒരു നമ്മളൊരു ഒരു ഒരു മെയ്സിൽ പെട്ടണക്കാണത്. എവിടെ കയറിയാലും ഏതെങ്കിലും ഒരു ഘാട്ടിൽ ചെന്നിറങ്ങാം. തനക്കന്നെ എവിടെ നിന്ന് വന്നാലും ഏതെങ്കിലും ഒരു ഘാട്ടിലോട്ട് വന്ന് കയറാൻ പറ്റും. എന്ന് വെച്ചാൽ കാശി ടെമ്പിളിൻ്റെ സൈഡിൽ ഒന്ന് ചെല്ലാൻ പറ്റും. സോ അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു ബൈ റൂട്ട് ഒരു റൂട്ടുണ്ട്, അതുവഴി ഞാൻ നൈസായിട്ട് വരും വൈകുന്നേരങ്ങളിൽ. അങ്ങനെ വന്നിട്ട് പിന്നെ രാവിലെ ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഓഫൊക്കെ ഉള്ള ഡേയ്സ് ആണെങ്കിൽ ഏർലി മോർണിങ്ങിനൊക്കെ വന്നിട്ട് ഞാനിത് കാണാറുണ്ട്. രാവിലെ എന്ന് വെച്ചാൽ ഗംഗ ആരതി ഉണ്ട്, അത് രസമാണ് കാണാൻ. രാവിലെ ഏർലി ഒരു 5:30 മണിക്കൊക്കെ വന്നിട്ടിരുന്ന് അവർ ഇങ്ങനെ ഒരു ആരതി കണക്ക് ഇങ്ങനെ പൂജ ഉണ്ട്. പിന്നെ വൈകുന്നേരം ഉണ്ട് ആ പൂജ എന്ന് പറയുന്ന സംഭവം. സോ അങ്ങനെ അത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് അവിടെ ഒരുപാട് സ്വാമിയാരുണ്ട്, നല്ല സ്വാമിയാരുണ്ട്, ഫേക്കും ഉണ്ട്. അപ്പോൾ അവിടെ ശ്രീരാമകൃഷ്ണൻ മിഷനുണ്ട്, പിന്നെ ഒരുപാട് വേറെ മിഷൻ ഉണ്ട്, ഒരുപാട് ആശ്രമങ്ങളുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. സോ അവിടെയൊക്കെ പോയി ഞാൻ പലയിടത്ത് സംസാരിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ ഈ മരണത്തെ പറ്റി, അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു. അതിന് പലരും പല രീതിയിലാണ് ശരിക്കും ഇതിനെ കാണുന്നത്, അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും, മരിച്ചു കഴിഞ്ഞാൽ വേറെന്തോ വലിയൊരു സ്ഥലത്തിൽ പോകും, നമ്മൾ നല്ല ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകുന്ന ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പല രീതിയിലാണ് തോട്ട് പ്രോസസ്സ് ഇതിനെപ്പറ്റിയുള്ളത്. ശരിക്കും സയൻറ്റിഫിക്കായിട്ടൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരുപാട് ദിവസം ഞാൻ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കും വ്യക്തമായൊരു അറിവില്ല എന്താണ് മരണത്തിന് ശേഷമെന്ന്. അതിന് ശേഷം ഇന്ന് ഫോറൻസിക് എടുത്ത് നിൽക്കുമ്പോഴും ഞാൻ ഇപ്പോഴും എന്താ പറയുക, ആ ചിന്തയുടെ ആ ഒരു തലത്തിൽ തന്നെയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. അതിന് ശേഷം എന്താവും എന്നുള്ളത് ഒരു എന്താ പറയുക, എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ ഒരു ചിന്ത, ശരിക്കും മരണത്തിന് ശേഷം എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. സോ അതിനുശേഷമാണ് ഞാൻ അവിടെ ആയിട്ട് സർനാഥ് സ്ഥലമുണ്ട്, കാശി ശരിക്കും കാശി മാത്രമല്ല, കാശിയുടെ സൈഡിൽ കുറച്ചൊരു 20 കിലോമീറ്ററിനപ്പുറത്തൊരു സർനാഥ് സ്ഥലമുണ്ട്. സർനാഥ് എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ബുദ്ധൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ വലിയ ഫോട്ടോയും വലിയൊരു പ്രതിമയൊക്കെ വെച്ചിട്ട് തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അകത്തോട്ടൊന്നും അങ്ങനെ കയറാൻ പറ്റത്തില്ല, അവിടെ ഭയങ്കരമായിട്ട് ക്ലോസ്ഡാണ്. സോ നല്ലൊരു സ്ഥലമാണ് സർനാഥ് എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ജൈനിസം ഉത്ഭവിക്കുന്ന സ്ഥലമുണ്ട്, അടുത്താണ്. അവിടെയൊക്കെ ഞാൻ പോയി ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പലരും സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം ഈ ബുദ്ധിസ്റ്റ് ഇതിൽ പറയുന്നത് വെച്ചാൽ റീസൈക്കിൾ ആവുന്നതാണ്. ഒരു ലൈഫ് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈഫിലേക്ക് വരും, അതിങ്ങനെ ഒരു റീസൈക്കിളായി എന്തോ ഒരു അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അതങ്ങ് വിത്ത് യൂണിവേഴ്സ് അങ്ങ് ലയിക്കും എന്നൊക്കെ ഒരു തിയറി. എനിക്ക് ശരിക്കും അതിൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല അതിൻ്റെ ഒരു, കാരണം നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ, ഇന്നത്തെ കാലത്ത് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അതിന് ബാക്കപ്പിന് സയൻസ്, അതിൻ്റെ എവിഡൻസും കാര്യങ്ങളും വേണം. ഒരാൾ ചുമ്മാ ഇരുന്നവരൊന്നും പറഞ്ഞിട്ട് വെച്ച കാര്യമൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ ഞാനതിനെ ഒന്നും എടുത്തിട്ടില്ല. ശരിക്കും ഇനി അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഫോറൻസിക് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള സമയമുണ്ട്, സന്ദർഭമുണ്ട്, ആ ഒരു മേഖലയിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഭാവിയിൽ ഇതിനെക്കുറിച്ചുള്ള ശരിക്കും ഒരു പഠനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് ശരിക്കും ഇതെന്ന്. കാരണം ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രഹത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന സങ്കല്പത്തിനുപരി വലിയൊരു പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. അത് എത്രത്തോളം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഒരുപാട് പരിധികളുണ്ട്. ഇതൊക്കെ എല്ലാത്തിനും അറിയാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല അത് എത്രത്തോളം നമ്മൾ എത്താൻ കഴിയുമെന്ന്, ഇന്നത്തെ ഒരു സാങ്കേതിക സ്ഥിതി വെച്ചിട്ടും ടെക്നോളജി എല്ലാം വെച്ചിട്ട്. സോ അതാണ് പറയാനുള്ളത്. എനിവേ, താങ്ക്സ്.